ഹായ് എവരി വൺ, വെൽക്കം ടു സ്റ്റാർഡിസ്റ്റ് അക്കാഡമി. ഞാൻ റോഷ്ന. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ബ്രാഞ്ച് അക്കൗണ്ട്സിലെ അതിൽ തന്നെ ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചസിൽ വരുന്ന രണ്ടാമത്തെ മെത്തേഡാണ് സ്റ്റോക്ക് ആൻഡ് ഡെറ്റേഴ്സ് സിസ്റ്റം. നമ്മൾ ഓൾറെഡി ഡെറ്റേഴ്സ് സിസ്റ്റം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ വീഡിയോ കാണാത്തവർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക്. അത് ചെക്ക് ചെയ്യുക. അതിനുശേഷം ഇങ്ങോട്ട് തിരിച്ചു വരാം. ബേസിക്സ് ഒക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട്, ഫസ്റ്റത്തെ വീഡിയോ ഒക്കെ. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്തതിന് ശേഷം തിരിച്ചു വരാം. അപ്പം നമുക്ക് ഇന്ന് സെക്കൻഡ് മെത്തേഡായ സ്റ്റോക്ക് ആൻഡ് ഡെറ്റേഴ്സ് സിസ്റ്റം ഡിസ്കസ് ചെയ്യാം. അപ്പം നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ഇപ്പം നമ്മൾ പഠിച്ചു ഡെറ്റേഴ്സ് സിസ്റ്റം. ഡെറ്റേഴ്സ് സിസ്റ്റം നമ്മൾ എപ്പോഴാണ് പ്രിപ്പയർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മാത്രം ട്രാൻസാക്ഷൻസ് ഉള്ള ചെറിയ ബ്രാഞ്ചസിന്റെ കേസിലാണ് നമ്മൾ ഡെറ്റേഴ്സ് സിസ്റ്റം ചെയ്യണത്. അപ്പോൾ അത് നമുക്കറിയാം, രണ്ട് അക്കൗണ്ടാണ് മെയിനായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് അല്ലേ. ഒന്ന് ബ്രാഞ്ച് അക്കൗണ്ടും ഒന്ന് മെമ്മറാണ്ടം ഡെറ്റേഴ്സ് അക്കൗണ്ടും. ആ മെമ്മറാണ്ടം ഡെറ്റേഴ്സ് അക്കൗണ്ട് തന്നെ എപ്പോഴാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ക്രെഡിറ്റ് സെയിൽസ് ഉള്ളപ്പോൾ മാത്രം. നോർമലി നമ്മളതിൽ ബ്രാഞ്ച് അക്കൗണ്ടാണ് മെയിനായിട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അതിൽ തന്നെ എന്തൊക്കെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, എന്തൊക്കെയാണ് നമ്മൾ എൻട്രി ചെയ്യുന്ന ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ട്രാൻസ്ഫർ ചെയ്യും, പിന്നെ ഗുഡ്സ് സെൻഡ് ചെയ്യുന്നത്, ഗുഡ്സ് റിട്ടേൺ ചെയ്യുന്നത്, അതേപോലെ എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നത്, അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം, ഇതൊക്കെ ഹെഡ് ഓഫീസാണ് റെക്കോർഡ് ചെയ്യുന്നത് അല്ലേ, ഇൻകം കിട്ടുന്നത്. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ആ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിൻ്റെ റിട്ടേൺ ട്രാൻസ്ഫർ മീൻസ് ക്ലോസിംഗ് ബാലൻസ് കാണിക്കും. അതിനുശേഷം നമ്മൾ അക്കൗണ്ട് ബാലൻസ് ചെയ്യും. ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്ര മാത്രമേ ട്രാൻസാക്ഷൻസേ വരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ കേസസിലാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഡെറ്റേഴ്സ് സിസ്റ്റം മാത്രം മതി. ഇനിയിപ്പോൾ വലിയ ഒരുപാട് ബിഗ് സ്കെയിലിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ബ്രാഞ്ച് ആണെങ്കിൽ അവിടെ നമുക്ക് ബാക്കിയുള്ള ട്രാൻസാക്ഷൻസ് കൂടെ റെക്കോർഡ് ചെയ്യേണ്ടി വരും. അതുപോലെ ട്രാൻസാക്ഷൻസിന് നമ്പർ കൂടുതലായിരിക്കും. അപ്പം അതേപോലെ ഈ മറ്റേ സിസ്റ്റത്തിലാകുമ്പോൾ നമുക്ക് ആകെ ഇത്ര കാര്യങ്ങൾ മാത്രമേ ഹെഡ് ഓഫീസിൽ അറിയുന്നുള്ളൂ അല്ലേ. എന്തൊക്കെ നമ്മൾ എക്സ്പെൻസ് മീറ്റ് ചെയ്തു, എന്തൊക്കെ സംഭവിച്ചു, എത്ര ക്യാഷ് അവിടെ നിന്ന് കിട്ടി, നമ്മൾ എത്ര ഗുഡ്സ് സെൻഡ് ചെയ്തു, എത്ര നമുക്ക് റിട്ടേൺസ് വന്നു, ഇത്ര കാര്യങ്ങൾ മാത്രമേ അറിയാനുള്ളൂ. അപ്പോൾ കൂടുതൽ കൺട്രോൾ വരുന്നില്ല. ഇപ്പം ഇങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് നമ്മൾ സ്റ്റോക്ക് ആൻഡ് ഡെറ്റേഴ്സ് സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യുന്നത്. സ്റ്റോക്ക് ആൻഡ് ഡെറ്റേഴ്സ് സിസ്റ്റം എന്താണെന്ന് നോക്കാം. വെൻ ദ ബ്രാഞ്ച് ഓപ്പറേറ്റ്സ് ഓൺ ദ ബിഗ് സ്കെയിൽ ഓപ്പറേറ്റ് ചെയ്യുകയാണ് ആൻഡ് ദ ഹെഡ് ഓഫീസ് ഡിസൈഡ് ടു എക്സസൈസ് ബെറ്റർ കൺട്രോൾ ഓൺ ദ വർക്കിംഗ് ഓഫ് ദ ബ്രാഞ്ച്. ഇപ്പോൾ ബ്രാഞ്ചിൽ കുറച്ചുകൂടി കൺട്രോൾ വേണമെന്ന് നമ്മൾ വിചാരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള കേസസിൽ സ്റ്റോക്ക് ആൻഡ് ഡെറ്റേഴ്സ് സിസ്റ്റം ഈസ് പ്രിഫേർഡ്. അങ്ങനെയുള്ള കേസസിൽ എന്തൊക്കെ സിറ്റുവേഷൻസ് നമ്മൾ പറഞ്ഞത്? ഒന്ന്, ബിഗ് സ്കെയിലാണ് ബ്രാഞ്ച് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതേപോലെ ഹെഡ് ഓഫീസിന് അവിടെ കുറച്ചുകൂടി കൺട്രോൾ കിട്ടാൻ വേണ്ടിയിട്ട് ഈ രണ്ട് സിറ്റുവേഷൻ ഉള്ള സമയത്ത് നമ്മൾ സ്റ്റോക്ക് ആൻഡ് ഡെറ്റേഴ്സ് സിസ്റ്റം പ്രിഫർ ചെയ്യും. ദിസ് സിസ്റ്റം ഈസ് ഫോളോഡ് വെൻ ഏതൊക്കെ സിറ്റുവേഷൻസ് ആണെന്ന് ഒന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. Goods are sent to branch at invoice price which itself is the selling price. അപ്പോൾ ഇൻവോയ്സ് പ്രൈസിലാണ് ഗുഡ്സ് സെൻഡ് ചെയ്യുന്നത്. നമ്മൾ ഡെറ്റേഴ്സ് സിസ്റ്റത്തിൽ രണ്ടും പഠിച്ചിട്ടുണ്ടായിരുന്നു. കോസ്റ്റ് പ്രൈസും പഠിച്ചിട്ടുണ്ട്, ഇൻവോയ്സ് പ്രൈസ് മെത്തേഡും പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഈ കേസിലാകുമ്പോൾ ഗുഡ്സ് എപ്പോഴും സെൻഡ് ടു ബ്രാഞ്ച് അറ്റ് ഇൻവോയ്സ് പ്രൈസിലാണ് സെൻഡ് ചെയ്യുന്നത്, വിച്ച് ഇസ് ഇറ്റ്സെൽഫ് is the സെല്ലിംഗ് പ്രൈസ് ആണത്. Second, branch manager is not empowered to ചേഞ്ച് ദ സെല്ലിംഗ് പ്രൈസ്. ഇവിടെ ബ്രാഞ്ച് മാനേജറിന് സെല്ലിംഗ് പ്രൈസ് ചേഞ്ച് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. അപ്പം ഇവിടെ ഹെഡ് ഓഫീസിന് എന്ത് ചെയ്യും, സെല്ലിംഗ് പ്രൈസിൽ തന്നെയാണ് സെൻഡ് ചെയ്യുന്നത്. ഇൻവോയ്സ് പ്രൈസ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്ലസ് എ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ആണ് അല്ലേ, ലോഡിംഗ് ആണ്. അപ്പോൾ രണ്ടും ആഡ് ചെയ്തിട്ട് സെല്ലിംഗ് പ്രൈസിൽ തന്നെ സെൻഡ് ചെയ്യും. അപ്പോൾ ഒരു സെല്ലിംഗ് പ്രൈസിൽ തന്നെ സെയിൽ ചെയ്യാണ്. കോസ്റ്റ് പ്രൈസിലാണെങ്കിൽ എന്താ, ബ്രാഞ്ച് മാനേജർ ആയിരിക്കും അതിൻ്റെ മേലെയുള്ള സെല്ലിംഗ് പ്രൈസ് ഡിസൈഡ് ചെയ്യുന്നത്. ഇവിടെ അങ്ങനെയല്ല, ആ സെല്ലിംഗ് പ്രൈസിൽ തന്നെയാണ് സെയിൽ ചെയ്യുന്നത്. സിൻസ് ദ ഹെഡ് ഓഫീസ് നോസ് ദ സെല്ലിംഗ് പ്രൈസ്, ദിസ് സിസ്റ്റം ഹാസ് ദ അഡ്വാൻറ്റേജ് ഓഫ് നോയിങ് ദ പ്രോഫിറ്റ് ഇൻ അഡ്വാൻസ്. അപ്പോൾ ഹെഡ് ഓഫീസിന് കൃത്യമായിട്ട് അറിയാം നമ്മൾ ഇത്ര ഗുഡ്സ് സെൻഡ് ചെയ്തിട്ടുണ്ട്, ഇത് സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ഇതാണ്. കോസ്റ്റ് പ്രൈസ് മെത്തേഡ് ആണെങ്കിലോ, ഇപ്പോൾ അവർ സെൻഡ് ചെയ്യുന്ന കോസ്റ്റ് പ്രൈസിലാണ്. അപ്പോൾ അവിടെ ബ്രാഞ്ചിൽ ഏത് പ്രൈസിലാണ് അവർ സെയിൽ ചെയ്യുന്നതെന്ന് അറിയില്ല. സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്കപ്പോൾ പ്രോഫിറ്റ് അറിയാൻ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ എന്താണ്, he has the advantage of knowing the profit in advance ആയിട്ട് നമുക്കറിയാം എത്ര പ്രോഫിറ്റ് കിട്ടും. Under this system, instead of branch account, the head office maintains a number of accounts to ascertain the profit earned at branch. അപ്പോൾ മറ്റേത് നമ്മൾ മെയിനായിട്ട് ബ്രാഞ്ച് അക്കൗണ്ട് മാത്രമേ പ്രിപ്പയർ ചെയ്യുന്നുള്ളൂ. അതുപോലെ ക്രെഡിറ്റ് സെയിൽസ് വരുമ്പോൾ മാത്രം നമ്മളൊരു മെമ്മറാണ്ടം ഡെറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ ഈ ഹെഡ് ഓഫീസ് ഒരു നമ്പർ ഓഫ് അക്കൗണ്ട്സ്, കുറച്ചുകൂടി അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, കുറച്ചുകൂടി അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് ടു അസർടൈൻ ദ പ്രോഫിറ്റ് ഏൺഡ് അറ്റ് ബ്രാഞ്ച്. ആ ബ്രാഞ്ചിലുള്ള പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ബ്രാഞ്ച് അക്കൗണ്ട് മാത്രമല്ല കുറച്ചുകൂടി അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് നോക്കാം.
അപ്പം നമുക്ക് ഫസ്റ്റ് നോക്കാം ഏത് അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട്. അപ്പോൾ സ്റ്റോക്ക് അക്കൗണ്ട് നമുക്ക് പേര് കേട്ടാൽ തന്നെ അറിയാം, സ്റ്റോക്ക് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടാണ് ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് അല്ലേ. ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് ഇസ് എ റിയൽ അക്കൗണ്ട് പ്രിപ്പയർഡ് ബൈ ദ ഹെഡ് ഓഫീസ് ടു കൺട്രോൾ ദ മൂവ്മെന്റ് ഓഫ് സ്റ്റോക്ക് ഇൻ എൻ എഫക്റ്റീവ് വേ. മൂവ്മെന്റ് ഓഫ് സ്റ്റോക്ക് അത് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ബ്രാഞ്ച് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് അറ്റ് ഇൻവോയ്സ് പ്രൈസ്. നമ്മൾ അതേ പറഞ്ഞു, എല്ലാം എൻ്റർ ചെയ്യുന്നത് എന്തിലാണ്? ഇൻവോയ്സ് പ്രൈസിലാണ്. അപ്പോൾ ഇതും പ്രിപ്പയർ ചെയ്യുന്ന ഇൻവോയ്സ് പ്രൈസിലാണ്. ദിസ് അക്കൗണ്ട് ഷോസ് ദ ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ ഓഫ് സ്റ്റോക്ക്. ഇൻഫ്ലോവും ഔട്ട്ഫ്ലോവും ആണ് കാണിക്കുന്നത് ഇതിൽ. ഇൻഫ്ലോ എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് ഇൻക്രീസ് ചെയ്യുന്നത് അല്ലേ, സ്റ്റോക്ക് കൂടുന്നത്, അത് ഡെബിറ്റ് സൈഡിൽ കാണിക്കും. ആൻഡ് ഔട്ട്ഫ്ലോ അത് ക്രെഡിറ്റ് സൈഡിൽ. ഔട്ട്ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് സ്റ്റോക്ക് പുറത്തേക്ക് പോകുന്നത്. സ്റ്റോക്ക് വരുന്നതും സ്റ്റോക്ക് പോകുന്നതാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക. സ്റ്റോക്ക് വരുന്ന ഡെബിറ്റ് സൈഡിലും സ്റ്റോക്ക് പോകുന്നത് ക്രെഡിറ്റ് സൈഡിലും. എനി ഐറ്റം ദാറ്റ് ഇൻക്രീസസ് ദ ബ്രാഞ്ച് സ്റ്റോക്ക് ഈസ് ഡെബിറ്റഡ്. നമ്മൾ പറഞ്ഞു തന്നെയാണ് പറഞ്ഞത്. ഇപ്പോഴും ഡെബിറ്റ് സൈഡിൽ എന്താ കാണിക്കുന്നത്? എനി ഐറ്റം ദാറ്റ് ഇൻക്രീസസ് ബ്രാഞ്ച് സ്റ്റോക്ക്. ഹെഡ് ഓഫീസ് സ്റ്റോക്ക് അല്ല പറയുന്നത്, ബ്രാഞ്ചിലെ സ്റ്റോക്ക് ഇൻക്രീസ് ചെയ്യുന്ന എല്ലാ ഐറ്റംസും നമ്മൾ ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. അപ്പൊ ക്രെഡിറ്റ് സൈഡിൽ എന്ത് കാണിക്കണം? എനി ഐറ്റം ദാറ്റ് ഡിക്രീസസ് ദ ബ്രാഞ്ച് സ്റ്റോക്ക് ഈസ് ക്രെഡിറ്റഡ്. ബ്രാഞ്ചിലെ സ്റ്റോക്ക് ഡിക്രീസ് ചെയ്യുന്ന എല്ലാ ഐറ്റംസും നമുക്ക് ക്രെഡിറ്റ് സൈഡിലും കാണിക്കാം. ദ എക്സസ് ഓഫ് ഡെബിറ്റ് സൈഡ് ഓവർ ക്രെഡിറ്റ് സൈഡ് ഈസ് ട്രീറ്റഡ് ആസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഇപ്പൊ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും എല്ലാം ബാക്കിയെല്ലാം എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഡിഫറൻസിന് നമ്മൾ നോർമലി ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയും. If there is a difference between debit side and credit side even after entering the closing stock, ഇപ്പൊ ക്ലോസിംഗ് സ്റ്റോക്ക് എൻ്റർ ചെയ്തതിന് ശേഷം പിന്നെ ഡിഫറൻസ് വരുവാണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്വസ്റ്റ്യനിൽ ഓൾറെഡി നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്. ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞു, എന്നിട്ട് നമ്മൾ അക്കൗണ്ട് ബാലൻസ് ചെയ്യുവാണ്. അവിടെ ഡിഫറൻസ് വരുവാണെങ്കിൽ ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് സർപ്ലസ്. സർപ്ലസ് ആയിട്ട് പറയാം. എപ്പോഴാണ്? എക്സസ് ഓഫ് ക്രെഡിറ്റ് ഓവർ ഡെബിറ്റ്. ക്രെഡിറ്റ് ആണ് കൂടുതലെങ്കിൽ എന്ന് വെച്ചാൽ ഡെബിറ്റിൽ നമുക്ക് ബാലൻസ് വരുവാണെങ്കിൽ നമ്മളതിനെ സർപ്ലസ് എന്ന് പറയും. ഓർ ഷോർട്ടേജ്, അല്ലെങ്കിൽ ഷോർട്ടേജ് എന്ന് പറയും. എപ്പോഴാണ്? എക്സസ് ഓഫ് ഡെബിറ്റ് ഓവർ ക്രെഡിറ്റ്. ഡെബിറ്റ് ആണ് കൂടുതലെങ്കിൽ നമുക്ക് ഇവിടെ ബാലൻസ് വരും, ക്രെഡിറ്റിൽ ബാലൻസ് വരും. അപ്പൊ ക്രെഡിറ്റിൽ ബാലൻസ് വരുവാണെങ്കിൽ നമ്മൾ ഷോർട്ടേജ് എന്ന് പറയും. അപ്പൊ ഡെബിറ്റിലാണ് ബാലൻസ് വരുന്നെങ്കിൽ നമ്മൾ എന്ത് പറയും? സർപ്ലസ് എന്ന് പറയും. ക്രെഡിറ്റിലാണ് ബാലൻസ് വരുന്നെങ്കിൽ നമ്മൾ അതിനെ ഷോർട്ടേജ് എന്ന് പറയും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അതിന്റെ ഫോമാറ്റ് ഒന്ന് നോക്കാം. അപ്പം ഇതാണ് ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിന്റെ ഫോമാറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നോക്കാം, ഡെബിറ്റ് സൈഡിൽ എന്തായിരുന്നു പറഞ്ഞാൽ നമ്മൾ സ്റ്റോക്ക് ഇൻക്രീസ് ചെയ്യുന്ന എല്ലാ ഐറ്റംസും നമ്മൾ ഡെബിറ്റ് സൈഡിൽ കാണിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നാമത് നോക്കി ടു ബാലൻസ്, നമ്മുടെ ഓൾറെഡി നമ്മുടെ കയ്യിൽ സ്റ്റോക്കിന്റെ ബാലൻസ് ഉള്ളത് ഡെബിറ്റ് സൈഡിൽ എന്ന് വെച്ചാൽ നമ്മൾ സ്റ്റോക്ക് അവിടെ ഉണ്ടല്ലോ, സ്റ്റോക്ക് കുറയുന്നതാണ് ക്രെഡിറ്റ് സൈഡിൽ എഴുതേണ്ടത്. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്, അപ്പൊ ഹെഡ് ഓഫീസിന് ബ്രാഞ്ചിലേക്ക് ഗുഡ്സ് സെൻഡ് ചെയ്യാണ്. അത് എന്ത് ചെയ്യണം? നമ്മൾ ഡെബിറ്റ് സൈഡിൽ കാണിക്കുക. ഇത് മാത്രം ആലോചിച്ചാൽ മതി. ഡെബിറ്റ് സൈഡിൽ സ്റ്റോക്ക് ഇൻക്രീസ് ചെയ്യുന്ന ഐറ്റം, ക്രെഡിറ്റ് സൈഡിൽ സ്റ്റോക്ക് ഡിക്രീസ് ചെയ്യുന്ന ഐറ്റം. അപ്പൊ ഡെബിറ്റ് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യണം? ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്ന് പറഞ്ഞിട്ട് എഴുതി. നെക്സ്റ്റ് ടു ബ്രാഞ്ച് ഡെറ്റേഴ്സ്, സെയിൽസ് റിട്ടേൺസ്. നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ എന്തായാലും ക്രെഡിറ്റ് സൈഡിലല്ലേ വരും, നമ്മൾ സ്റ്റോക്ക് കുറയുവാണ്. നിങ്ങളിങ്ങനെ ആലോചിക്കുക, ഒരു റൂമിനകത്ത് കുറെ സ്റ്റോക്ക് ഇട്ടേക്കുവാണ്. അപ്പൊ എപ്പോഴാണ് സ്റ്റോക്ക് കുറയുന്നത്? സെയിൽ ചെയ്യുമ്പോൾ സ്റ്റോക്ക് കുറയുമല്ലോ. ഇവിടെ നമ്മൾ റൂമിൽ നിന്ന് സ്റ്റോക്ക് എടുത്തിട്ട് നമ്മൾ സെയിൽ ചെയ്തു, ഓക്കെ, ഇവിടെ സ്റ്റോക്ക് കുറഞ്ഞു അല്ലേ. ഇനി ഇവിടെ എപ്പോഴാണ് സ്റ്റോക്ക് കൂടാ? നമ്മൾ ഹെഡ് ഓഫീസിൽ നിന്ന് ഇവിടെ സ്റ്റോക്ക് കൊണ്ടുവരുമ്പോൾ ഇവിടെ സ്റ്റോക്ക് കൂടും. പിന്നെ എപ്പോൾ കൂടും? നമ്മൾ സെയിൽ ചെയ്ത സാധനം നമുക്ക് തിരിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ ആ റൂമിൽ സ്റ്റോക്ക് കൂടിയില്ലേ. അതാണ് ബ്രാഞ്ച് ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് അടുത്ത ഐറ്റം എഴുതിയത് സെയിൽസ് റിട്ടേൺസ്. സെയിൽ ചെയ്ത സാധനം റിട്ടേൺ വരുവാണ്. നിങ്ങൾ ഇങ്ങനെ ഇമാജിൻ ചെയ്താൽ മതി, റൂമിൽ സ്റ്റോക്ക് ഉണ്ട്. സ്റ്റോക്ക് എപ്പോഴേ ഇൻക്രീസ് ചെയ്യുന്നത്? നമുക്ക് അവിടെ സ്റ്റോക്ക് ആദ്യം സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അത് നമ്മൾ സ്റ്റോക്ക് ഇൻക്രീസ് ആയിട്ട് കൂട്ടും അല്ലെ, അതാണ് ബാലൻസ്. പിന്നെ നമ്മൾ ഹെഡ് ഓഫീസിൽ നിന്ന് കുറച്ച് സ്റ്റോക്ക് കൊണ്ടുവരുവാണ്, ഇവിടെ കൊണ്ടുവന്നിടുവാണ്. അപ്പോൾ നമ്മൾ സ്റ്റോക്ക് ഇൻക്രീസ് ചെയ്തു. പിന്നെ എപ്പോഴാണ് നമ്മൾ സെയിൽ ചെയ്തത് വല്ലതും ആരെങ്കിലും റിട്ടേൺ അടിച്ച് ഇങ്ങോട്ട് പിന്നെയും വരുവാണെങ്കിൽ ഇവിടെ സ്റ്റോക്ക് ഇൻക്രീസ് ചെയ്യും അല്ലെ. റൂമിലേക്ക് സ്റ്റോക്ക് കൊണ്ടിടുന്ന ഐറ്റംസ്, അതാണ് നമ്മൾ ഡെബിറ്റ് സൈഡിൽ കാണിക്കുന്നത്. ക്രെഡിറ്റ് സൈഡിൽ നോക്കാം, ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്ന് പറഞ്ഞിട്ട് ഒന്നുകൂടി കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ റിട്ടേൺസ് ആണ് അത് വരുന്നത്. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത് റിട്ടേൺസ് ആണ്. റിട്ടേൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹെഡ് ഓഫീസിലേക്ക് റിട്ടേൺ ചെയ്യുവാണ്. ഇപ്പൊ സെയിൽസ് റിട്ടേൺ, ബ്രാഞ്ച് ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് സെയിൽസ് റിട്ടേൺ ഇട്ടിരിക്കുന്നത് നമ്മൾ എന്താണ്? നമ്മൾ ബ്രാഞ്ചിലേക്ക് റിട്ടേൺ ചെയ്യുവാണ്. ഇനി നമ്മൾ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്ന ക്രെഡിറ്റ് സൈഡിൽ എഴുതിയിരിക്കുന്നത് നമ്മൾ ഹെഡ് ഓഫീസിലേക്ക് റിട്ടേൺ ചെയ്യണം. ഹെഡ് ഓഫീസിലേക്ക് റിട്ടേൺ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ റൂമിൽ നിന്ന് എടുത്തിട്ട് ഹെഡ് ഓഫീസിലേക്ക് കൊണ്ടുപോയി അല്ലേ.
മറ്റേ റിട്ടേൺ ആണെങ്കിൽ എന്ത് ചെയ്തു, നമ്മൾ സെയിൽ ചെയ്ത കസ്റ്റമർ നമുക്ക് തിരിച്ചു വരുവാണ്. തിരിച്ചു വരുമ്പോൾ നമ്മൾ ഇവിടെ തന്നെയാണ് വെക്കുന്നത്, ഹെഡ് ഓഫീസിലേക്കല്ല റിട്ടേൺ ചെയ്തത്. ഇപ്പൊ ക്രെഡിറ്റ് സൈഡിൽ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എഴുതി. പിന്നെ ക്യാഷ് സെയിൽസ് അല്ലെ, ക്യാഷ് സെയിൽ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇവിടുന്ന് സാധനം എടുത്ത് സെയിൽ ചെയ്തു. ബ്രാഞ്ച് ഡെറ്റേഴ്സ് ക്രെഡിറ്റ് സെയിൽസ് നമ്മൾ ഇവിടുന്ന് എടുത്ത് സെയിൽ ചെയ്തു. അപ്പൊ ഇത്രയും ഐറ്റംസ് ആണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പൊ ഡെബിറ്റ് സൈഡിൽ എന്തെല്ലായിരുന്നു, ഓപ്പണിംഗ് ബാലൻസ്, പിന്നെന്താണ് ബ്രാഞ്ചിലേക്ക് ഹെഡ് ഓഫീസിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങൾ, പിന്നെ നമ്മൾ സെയിൽ ചെയ്തിട്ട് വല്ലവരും റിട്ടേൺ ചെയ്ത സാധനങ്ങൾ. ഇത്രയാണ് നമ്മൾ ഗുഡ്സ് ഇൻക്രീസ് ചെയ്യുന്ന ഐറ്റംസ്. ക്രെഡിറ്റ് സൈഡിൽ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്തൊക്കെ കാണിച്ചു, റിട്ടേൺ ചെയ്യുന്ന ഐറ്റം കാണിച്ചു, പിന്നെ എന്ത് ചെയ്തു, ക്യാഷ് സെയിൽസ് കാണിച്ചു, ക്രെഡിറ്റ് സെയിൽസ് കാണിച്ചു. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഗുഡ്സ് കുറയുള്ളൂ അല്ലെ. ഗുഡ്സ് നമ്മൾ ഹെഡ് ഓഫീസിലേക്ക് തിരിച്ചു കൊണ്ടുപോവുക, അല്ലെങ്കിൽ നമ്മൾ കസ്റ്റമർക്ക് സെയിൽ ചെയ്യുക, ക്യാഷ് സെയിൽസ് ആയിട്ട് കൊടുക്കുക, ക്രെഡിറ്റ് സെയിൽസ് ആയിട്ട് കൊടുക്കുക. ഇനി നെക്സ്റ്റ് വരുന്നത് ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്. ക്രെഡിറ്റ് സൈഡിൽ ക്ലോസിംഗ് സ്റ്റോക്ക് ഇത്രയാണ് ശരിക്കും വരുന്നത്. അപ്പൊ ഇത്രയും എഴുതി കഴിഞ്ഞാൽ നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് എഴുതും. അപ്പൊ ക്ലോസിംഗ് സ്റ്റോക്ക് ഇനി നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെന്ന് വിചാരിച്ചോ, അങ്ങനെയാണെങ്കിലാണ് ബാക്കി 4 ഐറ്റംസ് വരുന്നത്. ഇപ്പൊ ക്ലോസിംഗ് സ്റ്റോക്കും കൂടി എഴുതിയിട്ട് നമുക്ക് ഡെബിറ്റിൽ ഡിഫറൻസ് വരുവാണെങ്കിൽ ഈ ഡിഫറൻസ് 2 എൻട്രി ആയിട്ട് കാണിക്കണം. ശ്രദ്ധിക്കണം, ഡിഫറൻസ് 2 എൻട്രി ആണ്. ഡിഫറൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാം, എന്നിട്ട് അതിനെ ഡിവൈഡ് ചെയ്തിട്ട് വേണം, 2ആക്കി ഡിവൈഡ് ചെയ്തിട്ട് വേണം അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഡെബിറ്റ് സൈഡിൽ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട്, ബ്രാഞ്ച് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് കാണിച്ചില്ലേ. ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർപ്ലസിനെ നമ്മൾ എന്ത് ചെയ്യണം, ഡെബിറ്റ് സൈഡിൽ ഡിഫറൻസ് വന്ന സർപ്ലസ് അല്ലേ വരുന്നത്, ആ സർപ്ലസിനെ നമ്മൾ ഡിവൈഡ് ചെയ്യണം, ലോഡിങ് വേറെയും കോസ്റ്റ് വേറെ ആക്കി മാറ്റണം. ഇൻവോയ്സ് പ്രൈസിലല്ലേ സാധനം ഉള്ളത്, അപ്പൊ അതിനെ നമ്മൾ കോസ്റ്റ് പ്രൈസും ലോഡിങ് ആക്കി മാറ്റിക്കളയാം. എന്നിട്ട് അതിലെ ലോഡിങ് എന്ത് ചെയ്യാം, ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് എഴുതാം, സർപ്ലസ് ബ്രാഞ്ച് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എഴുതാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന, ബാലൻസ് ചെയ്തു. ഡെബിറ്റിൽ നമുക്ക് ഒരു 1000 റുപ്പീസ് ബാലൻസ് കിട്ടിയെന്ന് വെച്ചോ, 1000 റുപ്പീസ് അപ്പൊ തന്നെ എഴുതാൻ പാടില്ല. ആ 1000 റുപ്പീസിലുള്ള ലോഡിങ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ കാൽക്കുലേറ്റ് ചെയ്തില്ലേ, അതേപോലെ ലോഡിങ് കാൽക്കുലേറ്റ് ചെയ്യാം. ലോഡിങ് എന്ത് ചെയ്യുക, ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് കാണിക്കാം. അതിനുശേഷം ബാക്കിയുള്ളത് കോസ്റ്റ് ആയിരിക്കും, അത് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ബ്രാഞ്ച് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് കാണിക്കാം. ഇനി അതേപോലെ ക്രെഡിറ്റ് സൈഡിലാണ് ബാലൻസ് വരുന്നതെങ്കിൽ നമുക്കറിയാം ഷോർട്ടേജ് ആണ്. അതും ഇതുപോലെ തന്നെ ഷോർട്ടേജ് എന്ന് പറഞ്ഞിട്ട് അപ്പൊ തന്നെ എഴുതാൻ പാടില്ല. ആ ഷോർട്ടേജിലെ ലോഡിങ് കാൽക്കുലേറ്റ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, ബൈ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് അത് ലോഡിങ് കാണിക്കാം. ബാക്കിയുള്ളത് എന്ത് ചെയ്യാം, ബ്രാഞ്ച് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് കാണിക്കാം. അപ്പൊ ഇതിനാണ് നമ്മൾ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. നമുക്കിനി ജേർണൽ എൻട്രീസ് നോക്കാം. ജേർണൽ എൻട്രീസിൽ ഫസ്റ്റ് വൺ പറഞ്ഞത് ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് ടു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. ടു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ ഡെബിറ്റ് സൈഡിൽ നമ്മൾ ഫസ്റ്റ് ഐറ്റം എന്തായിരുന്നു, ബാലൻസിന് ശേഷം വരുന്ന ഐറ്റം ആണിത്. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്ന് പറഞ്ഞിട്ട് എന്തായിരുന്നു, അത് നമ്മളെ ഗുഡ്സ് ഇൻക്രീസ് ചെയ്യുന്ന ഫസ്റ്റ് ഐറ്റം ആണ്. എന്ന് വെച്ചാൽ ഹെഡ് ഓഫീസിൽ നിന്ന് നമ്മളെ ബ്രാഞ്ചിലേക്ക് ഗുഡ്സ് കൊണ്ടുവന്നു. ഫോർ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ആൻഡ് ഗുഡ്സ് റിസീവ്ഡ് ഫ്രം അതർ ബ്രാഞ്ചസ്. ഇപ്പോൾ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ചിലേക്ക് ഹെഡ് ഓഫീസിൽ നിന്ന് കൊണ്ടുവരുന്ന ഐറ്റവും അവിടെ തന്നെ കാണിക്കും. അതുപോലെ തന്നെ എന്തുകൂടെ പറഞ്ഞിട്ടുണ്ട്, ഗുഡ്സ് റിസീവ്ഡ് ഫ്രം അതർ ബ്രാഞ്ചസ്, വേറെ ബ്രാഞ്ചസിൽ നിന്ന് നമുക്ക് ഗുഡ്സ് റിസീവ് ചെയ്യുമ്പം അതും നമുക്ക് ഇവിടെ തന്നെ കാണിക്കാം. നെക്സ്റ്റ് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട്. ക്രെഡിറ്റ് സൈഡിൽ വരുന്ന ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്, അതെന്താ നമ്മൾ പറഞ്ഞത്, റിട്ടേൺഡ് ടു ഹെഡ് ഓഫീസ്. ഫോർ ഗുഡ്സ് റിട്ടേൺഡ് ബൈ ബ്രാഞ്ച് റിട്ടേൺ ചെയ്യുന്നത്, ആൻഡ് ഗുഡ്സ് സെൻഡ് ടു അതർ ബ്രാഞ്ചസ്. അതുപോലെ തന്നെ നമ്മൾ വേറെ ഏതെങ്കിലും ബ്രാഞ്ചിലേക്ക് ഗുഡ്സ് സെൻഡ് ചെയ്ത് കഴിഞ്ഞാലും അതിനും സെയിം എൻട്രി ആണ്. ഹെഡ് ഓഫീസിനോ വേറെ ബ്രാഞ്ചിന്നോ ഗുഡ്സ് വന്നു കഴിഞ്ഞാൽ ഡെബിറ്റ് സൈഡിൽ നമ്മൾ ടു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. ഇനി നമ്മൾ ഹെഡ് ഓഫീസിലേക്ക് തിരിച്ചു കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ബ്രാഞ്ചിലേക്ക് അയക്കുകയാണെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യും, ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. നെക്സ്റ്റ് ഐറ്റം നോക്കാം, ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ടു ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട്. ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ ക്യാഷ് ഓർ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് എന്താ എഴുതിയേക്കുന്നത്, സെയിൽസ് അല്ലെ. ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ ആകെ എന്ത് മാത്രമേ എഴുതാറുള്ളൂ, സെയിൽസും അതുപോലെ ഹെഡ് ഓഫീസിലേക്കോ അതർ ബ്രാഞ്ചസിലേക്കോ റിട്ടേൺ ചെയ്തു. അപ്പൊ ക്രെഡിറ്റ് സൈഡിൽ ക്യാഷ് ഓർ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണിച്ചത് ക്യാഷ് സെയിൽസ് ആയിരുന്നു. അതുപോലെ ക്രെഡിറ്റ് സൈഡിൽ ബ്രാഞ്ച് ഡെറ്റേഴ്സ് ടു ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് സൈഡിൽ ബ്രാഞ്ച് ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണിച്ചിരിക്കുന്നത് എന്തായിരുന്നു, ഫോർ ക്രെഡിറ്റ് സെയിൽസ് ആണ്. അപ്പോൾ ക്രെഡിറ്റ് സെയിൽസ് ആണ് ബ്രാഞ്ച് ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് കാണിക്കാം. ക്യാഷ് സെയിൽസ് ആണെങ്കിൽ എന്തായിട്ട് കാണിക്കാം, ബൈ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിനകത്ത് കാണിക്കും. ഇനി നെക്സ്റ്റ് നോക്കാം, ട്രീറ്റ്മെന്റ് ഓഫ് സർപ്ലസ്, ഷോർട്ടേജ് ആൻഡ് അബ്നോർമൽ ലോസ്. ഷോർട്ടേജ്, സർപ്ലസ് ഇതൊക്കെ വരുമ്പോൾ എങ്ങനെ ട്രീറ്റ് ചെയ്യുമെന്ന് നോക്കാം.
ഫസ്റ്റ് വൺ പറഞ്ഞിരിക്കുന്നത് ഷോർട്ടേജ് ഇൻ സ്റ്റോക്ക് ഡ്യൂ ടു സ്പോയിലേജ് ലീക്കേജ് എക്സെട്ര ക്രെഡിറ്റഡ് ഇൻ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട്. ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്ന ഐറ്റം ആണ് അത് ഷോർട്ടേജ് ഇൻ സ്റ്റോക്ക് ഡ്യൂ ടു സ്പോയിലേജ് ലീക്കേജ് എക്സെട്ര ആണ്. അപ്പോൾ അതിന്റെ എൻട്രി നമ്മൾ പറഞ്ഞു എന്താ സ്പ്ലിറ്റ് ചെയ്തിട്ട് കാണിക്കണം അല്ലേ. ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിലാണ് നമ്മൾ കാണിക്കുന്നത്. അത് എങ്ങനെ കാണിക്കുന്നത്, നമ്മൾ ബാലൻസ് ചെയ്ത ആ ഒരു ഐറ്റം കിട്ടും നമുക്ക്. ഷോർട്ടേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഐറ്റം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ സ്പ്ലിറ്റ് ചെയ്യണം. സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷം രണ്ടായിട്ട് കാണിക്കണം. നമുക്ക് ബാലൻസ് കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ എഴുതില്ല, നമ്മൾ ബാലൻസ് എന്ത് ചെയ്യും, നമ്മൾ സൈഡിലൊന്ന് കാൽക്കുലേറ്റ് ചെയ്യും. അതിന്റെ ലോഡിംഗ് എത്രയാണ് കാൽക്കുലേറ്റ് ചെയ്യും ആദ്യം. ആ ലോഡിംഗ് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. ബാക്കിയുള്ളത് ബ്രാഞ്ച് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അപ്പൊ ആ എൻട്രി തന്നെ ഇവിടെ കാണിച്ചിരിക്കുന്ന ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട്, ബ്രാഞ്ച് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ടു ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട്. ദ അബവ് എൻട്രി ഈസ് പാസ്ഡ് ഇൻ കേസ് ഓഫ് അബ്നോർമൽ ലോസസ്. അബ്നോർമൽ ആയിട്ട് വന്ന ലോസസും വരുവാണെങ്കിലും ഇതുപോലെ തന്നെ കാണിക്കും കേട്ടോ. എന്ന് വെച്ചാൽ അതും നമ്മൾ ഷോർട്ടേജ് തന്നെയല്ല, സ്റ്റോക്ക് കുറയല്ല ചെയ്യുന്ന അബ്നോർമൽ ലോസസ് കാരണം. അപ്പൊ സെയിം എൻട്രി തന്നെയാണ് അതിനും കാണിക്കേണ്ടത്. ഇപ്പൊ നമ്മൾ ഷോർട്ടേജിന് എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത് നോക്കി. ഇനി സർപ്ലസ് വരുവാണെങ്കിൽ എവിടെ വരുന്നത്, ഡെബിറ്റ് സൈഡിലല്ലേ സർപ്ലസ് വരുന്നത്. അപ്പൊ സർപ്ലസിന്റെ ട്രീറ്റ്മെന്റ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. എൻട്രി എന്താ വരുന്നത് വെച്ചാൽ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് ടു ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് ടു ബ്രാഞ്ച് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്. ഡെബിറ്റ് സൈഡിലാണ്. അപ്പൊ ടു ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് ടു ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് ടു ബ്രാഞ്ച് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ആയിട്ട് വരും. അപ്പൊ അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിൽ എന്ത് കാണിക്കണം, നമ്മൾ അതിന്റെ ലോഡിംഗ് എമൗണ്ട് മാത്രം അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിൽ കാണിക്കാം. അതിനുശേഷം അതിന്റെ കോസ്റ്റ് പ്രൈസ് എന്തായിട്ട് കാണിക്കാം, ബ്രാഞ്ച് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് എന്ന് മറ്റു കാണിക്കാം. അപ്പൊ ഡെബിറ്റ് സൈഡിൽ ഡിഫറൻസ് വരുവാണെങ്കിൽ നമ്മൾ അതിന് സർപ്ലസ് ആയിരിക്കും. ക്രെഡിറ്റ് സൈഡിലാണ് ഡിഫറൻസ് വരുന്നെങ്കിൽ നമ്മൾ എന്തായിട്ട് കാണിക്കുക, അതിന് ഷോർട്ടേജ് ആയിട്ട് കാണിക്കാം. അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് വേണം എഴുതാൻ. ഇത് ആലോചിക്കണം, മെയിൻ ആയിട്ട് ആലോചിക്കേണ്ടത്. കിട്ടിയ ബാലൻസിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് രണ്ടായിട്ട് കാണിക്കണം. അതിന്റെ ലോഡിംഗ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിലും ബാക്കി പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലും ആയിട്ട് കാണിക്കാം. നെക്സ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട് ആണ്. അപ്പം അതിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത് നോക്കാം. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഇൻ ദ സെയിം വേ ദാറ്റ് is that of debtor system. Debtor system നമ്മൾ ഒരു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട് ചെയ്തില്ലേ, അതേ മെത്തേഡിൽ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഇറ്റ് വിൽ റിവീൽ ദ വാല്യൂ ഓഫ് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ഇസ് റെക്കോർഡഡ് അറ്റ് ഇൻവോയ്സ് പ്രൈസ്. അപ്പൊ വാല്യൂ ഓഫ് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ചിലേക്ക് കൊടുക്കുന്ന ഗുഡ്സിന്റെ വാല്യൂ അറിയാൻ വേണ്ടിയിട്ടാണ്, എത്ര നമ്മൾ സെൻഡ് ചെയ്തു എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ഇസ് റെക്കോർഡഡ് അറ്റ് ഇൻവോയ്സ് പ്രൈസ്. ഇപ്പൊ ഇൻവോയ്സ് പ്രൈസിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ആൻഡ് ലോഡിംഗ് ഈസ് അഡ്ജസ്റ്റഡ് ബൈ പാസിംഗ് എ റിവേഴ്സ് എൻട്രി. ലോഡിംഗ് നമ്മൾ എന്ത് ചെയ്യും, ഓപ്പോസിറ്റ് സൈഡിൽ എൻട്രി പാസ് ചെയ്തിട്ടാണ് ലോഡിംഗ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ നോർമലി ചെയ്യുന്നില്ലേ ലോഡിംഗ് എങ്ങനെ ചെയ്യുന്നത്, അതുപോലെ തന്നെ. ഇറ്റ് ഈസ് ക്ലോസ്ഡ് ബൈ ട്രാൻസ്ഫറിംഗ് ദ ബാലൻസ് ടു പർച്ചേസ് അക്കൗണ്ട് ഇൻ കേസ് ഓഫ് ട്രേഡിംഗ് കൺസേൺ. അപ്പൊ അതിന്റെ ഡിഫറൻസ് അതിന്റെ ബാലൻസ് നമ്മൾ എവിടത്തേക്കാണ് ട്രാൻസ്ഫർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അക്കൗണ്ട് ബാലൻസ് ചെയ്ത് കിട്ടുന്നത് നമ്മൾ പർച്ചേസ് അക്കൗണ്ടിലേക്ക് നോർമൽ ട്രാൻസ്ഫർ ചെയ്യുക. ഇൻ കേസ് ഓഫ് ട്രേഡിംഗ് കൺസേൺ ആണെങ്കിൽ നമ്മൾ പർച്ചേസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇൻ കേസ് ഓഫ് മാനുഫാക്ചറിംഗ് കൺസേൺ ആണെങ്കിൽ അത് ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. നമ്മൾ എന്താ ചെയ്യുന്നത്, ഇതിൽ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ആണ് നമ്മൾ കാണിക്കുന്നത്. അത് ഇൻവോയ്സ് പ്രൈസിൽ കാണിക്കും. എന്നിട്ട് അതിന്റെ ലോഡിംഗ് വരുന്നത് എന്ത് ചെയ്യും, ഒരു ഓപ്പോസിറ്റ് എൻട്രി പാസ് ചെയ്തിട്ട് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ കാണിക്കും. റിവേഴ്സ് എൻട്രി പാസ് ചെയ്തിട്ട് ലോഡിങ്ങിന്റെ എമൗണ്ട് മാത്രം. അതിനുശേഷം അക്കൗണ്ട് ക്ലോസ് ചെയ്തിട്ട് അത് നമുക്ക് ഒന്നുകിൽ പർച്ചേസ് അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്യാം, അല്ലെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്യാം. അപ്പം ഏത് കേസിലാണ് പർച്ചേസ് അക്കൗണ്ടിൽ കാണിക്കുന്നത്, ട്രേഡിംഗ് കൺസേൺ ആണെങ്കിൽ നമ്മൾ പർച്ചേസ് അക്കൗണ്ടിൽ കാണിക്കും. മാനുഫാക്ചറിംഗ് കൺസേൺ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് കാണിക്കും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് ജേർണൽ എൻട്രീസ് നോക്കാം. ഫസ്റ്റ് പറഞ്ഞ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് കാണിക്കണം. ലോഡിംഗ് കാണിക്കണം. ലോഡിംഗ് നെറ്റ് ഗുഡ്സ് സെൻഡ് എന്ന് പറഞ്ഞാൽ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് പ്ലസ് ഗുഡ്സ് റിസീവ്ഡ് ഫ്രം അതർ ബ്രാഞ്ചസ് മൈനസ് ഗുഡ്സ് റിട്ടേൺ ടു ഹെഡ് ഓഫീസ് പ്ലസ് ഗുഡ്സ് സെൻഡ് ടു അതർ ബ്രാഞ്ചസ്. എന്ന് വെച്ചാൽ അവിടെ നെറ്റ് ആയിട്ടുള്ള ഗുഡ്സ്, എത്ര ഗുഡ്സ് കിട്ടി അതിന് എത്ര ഗുഡ്സ് പോയി അതിന് ഡിഫറൻസ് എടുക്കുക. അതാണ് നെറ്റ് ഗുഡ്സ് എന്ന് പറയുന്നത്. വെച്ചാൽ അവിടെ എവിടെ നിന്നൊക്കെ ഗുഡ്സ് കിട്ടും, ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് കിട്ടും, പിന്നെ ഗുഡ്സ് റിസീവ്ഡ് ഫ്രം അതർ ബ്രാഞ്ചസ്. ഇങ്ങനെയാണ് അവിടെ ഗുഡ്സ് കിട്ടുന്നത്. ഗുഡ്സ് എങ്ങനെയാണ് നമ്മൾ സെൻഡ് ചെയ്യുന്നത്, ഗുഡ്സ് റിട്ടേൺ ടു ഹെഡ് ഓഫീസ്. ഒന്നെങ്കിൽ ഹെഡ് ഓഫീസിലേക്ക് നമുക്ക് റിട്ടേൺ ചെയ്യാം, അല്ലെങ്കിൽ അതർ ബ്രാഞ്ചസിലേക്ക് സെൻഡ് ചെയ്യാം. അപ്പൊ ഇത് രണ്ടിന്റെ ഡിഫറൻസിനാണ് നമ്മൾ നെറ്റ് ഗുഡ്സ് സെൻഡ് എന്ന് പറയുന്നത്. അതിന്റെ മേലെ വേണം നമ്മൾ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഡിംഗ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്, ലോഡിംഗ് അതിന്റെ മേലെ കാൽക്കുലേറ്റ് ചെയ്യാം, എന്നിട്ട് അത് ടു ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് കാണിക്കാം. നെക്സ്റ്റ് എൻട്രി നോക്കാം. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ടു പർച്ചേസ് ഓർ ട്രേഡിംഗ് അക്കൗണ്ട്. ഇത് എന്തിനായിരുന്നു നമുക്കറിയാം അല്ലേ. ഇപ്പോൾ ക്ലോസിംഗ് ദ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട്. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എൻട്രി പാസ് ചെയ്യുന്നത്. അപ്പൊ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പർച്ചേസിലൊക്കെ കാണിക്കുക, അല്ലെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ട്. മാനുഫാക്ചറിംഗ് കൺസേൺസ് ആണെങ്കിൽ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് കാണിക്കാം, അല്ലെങ്കിൽ നമ്മൾ പർച്ചേസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ മതി.
ഇനി നെക്സ്റ്റ് ബ്രാഞ്ച് സ്റ്റോക്ക് റിസർവ് അക്കൗണ്ട്. സ്റ്റോക്ക് റിസർവ് നമ്മൾ എപ്പോഴായിരുന്നു ചെയ്തുകൊണ്ടിരുന്ന ലോഡിങ്ങിന്റെ കേസിലല്ലേ സ്റ്റോക്ക് റിസർവ്. എന്തിന്റെ ലോഡിങ്? ഓപ്പണിംഗ് സ്റ്റോക്കിന്റെയും ക്ലോസിംഗ് സ്റ്റോക്കിന്റെയും ലോഡിങ് റെക്കോർഡ് ചെയ്യാനായിരുന്നു ബ്രാഞ്ച് സ്റ്റോക്ക് റിസർവ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണിച്ചുകൊണ്ടിരുന്നത് അല്ലെ. അതന്നെ ഇവിടെയും ദ സ്റ്റോക്ക് റിസർവ് അക്കൗണ്ട് ഇൻക്ലൂഡ്സ് ലോഡിംഗ് ഇൻ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഓപ്പണിംഗ് സ്റ്റോക്കിലും ക്ലോസിംഗ് സ്റ്റോക്കിലും വരുന്ന ലോഡിംഗ് ആണ് നമ്മൾ ബ്രാഞ്ച് സ്റ്റോക്ക് റിസർവ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ സ്റ്റോക്ക് റിസർവ് ടു ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് ഫോർ ലോഡിംഗ് ഇൻ ഓപ്പണിംഗ് സ്റ്റോക്ക് ആൻഡ് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് അറ്റ് ദ ബിഗിനിങ്. ഓപ്പണിംഗ് സ്റ്റോക്കിലെ മുതൽ ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് അറ്റ് ദ ബിഗിനിങ് അതിനെ നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ആയിട്ട് ട്രീറ്റ് ചെയ്യാണ്. അപ്പം അതിന്റെയും ലോഡിംഗ് കാൽക്കുലേറ്റ് ചെയ്യാൻ കാണിക്കുന്നതാണ് ഈ എൻട്രി സ്റ്റോക്ക് റിസർവ് അക്കൗണ്ട് ടു ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട്. ഇനി ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് ടു സ്റ്റോക്ക് റിസർവ് എന്ന് പറഞ്ഞിട്ട് ലോഡിംഗ് ഇൻ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മൾ ഡെബിറ്റ് സൈഡിൽ എപ്പോഴാണ് സ്റ്റോക്ക് റിസർവ് കാണിക്കുന്നത്? ടു സ്റ്റോക്ക് റിസർവ് എന്ന് പറഞ്ഞിട്ട് എപ്പോൾ കാണിക്കും? ക്ലോസിംഗ് സ്റ്റോക്ക് ക്രെഡിറ്റ് സൈഡിലുണ്ട് അല്ലെ. അപ്പൊ അതിന്റെയാണ് നമ്മൾ ഡെബിറ്റ് സൈഡിൽ ടു സ്റ്റോക്ക് റിസർവ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത്. അതന്നെ ഇവിടെ ചെയ്തിരിക്കുന്നത് ഫോർ ലോഡിംഗ് ഇൻ ക്ലോസിംഗ് സ്റ്റോക്ക്. ക്ലോസിംഗ് സ്റ്റോക്കിൽ ലോഡിംഗ് ആണ് ഇവിടെ കാണിക്കുന്നത്. മറ്റേ നമ്മൾ ബ്രാഞ്ച് അക്കൗണ്ടിനകത്ത് തന്നെയായിരുന്നു അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ അങ്ങനെയല്ല, ബ്രാഞ്ച് സ്റ്റോക്ക് റിസർവ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ട് അതിനകത്താണ് നമ്മൾ ഈ പറയുന്ന സ്റ്റോക്ക് റിസർവ് എൻട്രി ചെയ്യുന്നത്. അപ്പൊ നേരത്തെ എൻട്രി ചെയ്തതുപോലെ തന്നെ ഡെബിറ്റ് സൈഡിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് വരുവാണ്. അതിന്റെ സ്റ്റോക്ക് റിസർവ് ഇവിടെ കാണിക്കാം, ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും. ഇപ്പൊ ക്രെഡിറ്റ് സൈഡിലാണ് നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് വരുന്നത്, അതുകൊണ്ട് അതിന്റെ സ്റ്റോക്ക് റിസർവ് ഇവിടെ കാണിക്കാം, ഡെബിറ്റ് സൈഡിൽ കാണിക്കാം. നെക്സ്റ്റ് പറയുന്ന ഫോർത്ത് അക്കൗണ്ട് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് ആണ്. ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് ഇസ് പ്രിപ്പയർ ടു കാൽക്കുലേറ്റ് ഗ്രോസ് പ്രോഫിറ്റ് ഓഫ് ദ ബ്രാഞ്ച്. ഇപ്പോൾ ബ്രാഞ്ചിന്റെ ഗ്രോസ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ദിസ് അക്കൗണ്ട് ഇസ് സിമിലർ ടു ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ട്. ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ട് പോലെ തന്നെയാണ് ഇതിന് നമ്മൾ സിമിലർ ആണെന്ന് പറയാം. ഏകദേശം ഒരു ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ട് ആണ്. അതിന്റെ ഡിഫറൻസ് നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് ഓർ ഗ്രോസ് ലോസ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഇറ്റ് ഈസ് ഡെബിറ്റഡ് വിത്ത് ദ സ്റ്റോക്ക് റിസർവ് അക്കൗണ്ട് ലോഡിംഗ് ഇൻ ക്ലോസിംഗ് സ്റ്റോക്ക്. സ്റ്റോക്ക് റിസർവ് അക്കൗണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്യും. ഗുഡ്സ് ആൻഡ് ടു ബ്രാഞ്ച് ലോഡിംഗ് ഇൻ നെറ്റ് ഗുഡ്സ് ആൻഡ്. നെറ്റ് ഗുഡ്സ് ആൻഡിൽ ലോഡിംഗ് നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തായിരുന്നില്ലേ, അപ്പം അതും കാണിക്കണം ഇവിടെ. പിന്നെ ഏതായിരുന്നു? ബ്രാഞ്ച് സ്റ്റോക്ക് ലോഡിംഗ് ഇൻ ഷോർട്ടേജ്. നമ്മൾ ഷോർട്ടേജിൻ്റെത് നമ്മൾ സ്റ്റോക്ക് അക്കൗണ്ടിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ, എന്നിട്ട് അത് നമ്മൾ അവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് അതിവിടെ പോസ്റ്റ് ചെയ്യണം. ഇനി ക്രെഡിറ്റഡ് വിത്ത് സ്റ്റോക്ക് റിസർവ് അക്കൗണ്ട് ലോഡിംഗ് ഇൻ ഓപ്പണിംഗ് സ്റ്റോക്ക്. ഓപ്പണിംഗ് സ്റ്റോക്കിനുള്ള ലോഡിംഗ് നമ്മൾ നേരത്തെ അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പൊ അതിങ്ങോട്ടേക്ക് ഇവിടെ പോസ്റ്റ് ചെയ്യാം. അതിന്റെ ബ്രാഞ്ച് സ്റ്റോക്കിൽ ഒന്നും കൂടി നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ, ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ലോഡിംഗ് ഇൻ സർപ്ലസ് വരുവാണെങ്കിൽ അപ്പൊ അതും ഇങ്ങോട്ടേക്ക് കാണിക്കാം. ദ ഡിഫറൻസ് ഇസ് ട്രാൻസ്ഫർ ടു ബ്രാഞ്ച് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്. അപ്പൊ ഇതിന്റെ ഡിഫറൻസ് നമ്മൾ ബ്രാഞ്ച് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. എന്ന് വെച്ചാൽ ഇത് നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് ആയിട്ടല്ലേ ട്രീറ്റ് ചെയ്യുന്നത്, അപ്പൊ നമ്മൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ട്രേഡിംഗ് അക്കൗണ്ട് പോലെ തന്നെ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ സാധാരണ ട്രേഡിംഗ് അക്കൗണ്ട് ബാലൻസ് നമ്മൾ എവിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുക? പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് അല്ലേ, അതേപോലെ തന്നെ ഇത് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. The loading of all items in the branch stock account except sales and sales returns are shown in branch adjustment account. അപ്പൊ ലോഡിംഗ് നമ്മൾ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിൽ വരുന്ന ലോഡിംഗ് എല്ലാത്തിന്റെയും അത് സെയിൽസ് ആൻഡ് സെയിൽസ് റിട്ടേൺ അല്ലാതെ ബാക്കി എല്ലാത്തിന്റെയും നമ്മൾ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിലേക്ക് കാണിക്കും. ചില ലോഡിംഗ് ഒക്കെ നമ്മൾ ഇതിനകത്താണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നോക്കാം ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിന്റെ ഫോമാറ്റ്. ടു സ്റ്റോക്ക് റിസർവ് എന്ന് പറഞ്ഞിട്ട് ക്ലോസിംഗ് സ്റ്റോക്കിന്റെ ലോഡിംഗ് കാണിക്കും. അപ്പൊ ഇത് നമ്മൾ എവിടെ കാണിച്ചിട്ടുണ്ട്? ആദ്യം ബ്രാഞ്ച് സ്റ്റോക്ക് റിസർവ് അക്കൗണ്ടിനകത്ത് നമ്മൾ കാണിച്ചിട്ടുണ്ട് അല്ലെ. ബ്രാഞ്ച് സ്റ്റോക്ക് റിസർവിന് അക്കൗണ്ടിനകത്ത് നമ്മൾ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് രണ്ട് ലോഡിംഗ് നമ്മൾ കാണിച്ചായിരുന്നു. അപ്പൊ അതിലുള്ള ക്ലോസിംഗ് സ്റ്റോക്കിന്റെ ലോഡിംഗ് ആണിത്. ഇപ്പൊ ക്ലോസിംഗ് സ്റ്റോക്കിന്റെ ലോഡിംഗ് നമ്മൾ അവിടെ എൻട്രി എഴുതിയിട്ടുണ്ട് ഓൾറെഡി. ആ സെയിം എൻട്രി തന്നെ ഇവിടെയും പോസ്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ടു ബ്രാഞ്ച് സ്റ്റോക്ക് ലോഡിംഗ് ഇൻ ഷോർട്ടേജ്. ബ്രാഞ്ച് സ്റ്റോക്കിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്ന ഒരു ലോഡിംഗ് അത് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അത് തന്നെ എവിടെയും പോസ്റ്റ് ചെയ്യുന്നത് ഷോർട്ടേജിൻ്റെത് നമ്മൾ അവിടെ ക്രെഡിറ്റ് സൈഡിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, അത് തന്നെയാണ് നമ്മളിവിടെ പോസ്റ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നോർമൽ ലോസിന്റെ വല്ലതും ഉണ്ടെങ്കിൽ അതും നമ്മൾ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിൽ കാണിക്കും. അപ്പൊ അതും ഇവിടെ പോസ്റ്റ് ചെയ്യാം. ഇനി ക്രെഡിറ്റ് സൈഡിൽ ബൈ സ്റ്റോക്ക് റിസർവ് ലോഡിംഗ് ഇൻ ഓപ്പണിംഗ് സ്റ്റോക്ക് അത് നമ്മൾ എവിടെയാണ് കാണിച്ചിട്ടുണ്ടായത്? ബ്രാഞ്ച് സ്റ്റോക്ക് റിസർവ് അക്കൗണ്ടിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിങ്ങോട്ട് പോസ്റ്റ് ചെയ്യാം. നെക്സ്റ്റ് ഗുഡ്സ് ആൻഡ് ടു ബ്രാഞ്ച് ലോഡിംഗ് ഇൻ നെറ്റ് ഗുഡ്സ് ആൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ടിനകത്ത് നമ്മൾ ഒരു ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് എഴുതിയിട്ടുണ്ട്. അപ്പൊ ആ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് എന്ത് ചെയ്യാം? ഇവിടത്തേക്ക് നേരെ പോസ്റ്റ് ചെയ്യാം. നെക്സ്റ്റ് ബ്രാഞ്ച് സ്റ്റോക്ക് ലോഡിംഗ് ഇൻ സർപ്ലസ്. ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിൽ നമ്മൾ സർപ്ലസ് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഡെബിറ്റ് സൈഡിൽ ഒരു ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് എഴുതിയിട്ടുണ്ട്. ആ സെയിം എൻട്രി ആണ് ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത്. ഇനി ഇത് അക്കൗണ്ട് ബാലൻസ് ചെയ്യുക. ബാലൻസ് ചെയ്തിട്ട് നമുക്കറിയാം ഡെബിറ്റ് സൈഡിലാണ് നമ്മൾ എന്തായിട്ട് കാണിക്കുക? ബ്രാഞ്ച് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഗ്രോസ് പ്രോഫിറ്റ് കാണിക്കുക. ക്രെഡിറ്റ് സൈഡിലാണെങ്കിൽ എന്തായിരിക്കും?
നോർമലി നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നില്ല, ഡെബിറ്റ് സൈഡിലാണ് ഗ്രോസ് പ്രോഫിറ്റ് ആണ്, ക്രെഡിറ്റ് സൈഡിലാണെങ്കിൽ എന്താണ് ഗ്രോസ് ലോസ് ആയിരിക്കും. അപ്പം അത് അങ്ങനെ പോസ്റ്റ് ചെയ്യാം. അപ്പൊ ഇതിനായിട്ട് നമ്മൾ പ്രത്യേകം ഒന്നും ചെയ്യേണ്ടതില്ല. നമ്മൾ ഇതുവരെയുള്ള എല്ലാ അക്കൗണ്ടും പ്രിപ്പയർ ചെയ്തത് നോക്കാം, അതിൽ എവിടെയൊക്കെ നമ്മൾ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് ഉണ്ടെന്ന് നോക്കാം, അതെല്ലാം എടുത്ത് ഇതിനകത്ത് നേരെ പോസ്റ്റ് ചെയ്താൽ മതി. ഇപ്പൊ നമ്മൾ ഈ മൂന്ന് അക്കൗണ്ട് ഇതുവരെ പ്രിപ്പയർ ചെയ്തു, അപ്പൊ 3 അക്കൗണ്ടിൽ വരുന്ന ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതിയേക്കുന്ന എൻട്രി എല്ലാം ഇതിലേക്ക് പോസ്റ്റ് ചെയ്യാം. അത്രമാത്രം ചെയ്താൽ മതി. എന്നിട്ട് എന്ത് ചെയ്യാം, അക്കൗണ്ട് അങ്ങ് ബാലൻസ് ചെയ്യാം. അപ്പൊ അതിന്റെ ജേർണൽ എൻട്രീസ് നോക്കാം. ഒന്ന് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് ടു ബ്രാഞ്ച് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്. ബാക്കിയുള്ള എൻട്രീസ് നമ്മൾ ഓൾറെഡി എഴുതിയതാണ്. അപ്പം ഈ പ്രോഫിറ്റിന്റെ ഗ്രോസ് ലോസിന്റെ എൻട്രി മാത്രം നോക്കിയാൽ മതി. അപ്പൊ ഗ്രോസ് പ്രോഫിറ്റിന്റെ എൻട്രി ആണ് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് ടു ബ്രാഞ്ച് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ അല്ലേ. ഇനി ഗ്രോസ് ലോസ് വരുവാണെങ്കിൽ നമ്മൾ എന്തായിട്ട് കാണിക്കും, ബ്രാഞ്ച് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ടു ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ്. ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ ബ്രാഞ്ച് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് കാണിക്കും, ഗ്രോസ് ലോസ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട്. ബാക്കി എൻട്രീസ് ഒന്നും എഴുതാത്തതെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള അക്കൗണ്ട് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, അതിന്റെ ബാക്കി എൻട്രീസ്. ഇപ്പൊ ഈ 2 എൻട്രി മാത്രം നോക്കിയാൽ മതി. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട്. നമ്മൾ ഒരു മെമ്മറാണ്ടം ഡെറ്റേഴ്സ് അക്കൗണ്ട് ഓൾറെഡി പഠിച്ചു അല്ലേ. അപ്പൊ അതിൽ ചെറിയൊരു ഡിഫറൻസ് മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പൊ മെമ്മറാണ്ടം ഡെറ്റേഴ്സ് അക്കൗണ്ട് അറിയാമെങ്കിൽ ഇത് അതേപോലെ തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ദിസ് അക്കൗണ്ട് ഇസ് പ്രിപ്പയർഡ് ഇൻ ദ സിമിലർ മാനർ ദാറ്റ് ഓഫ് ഡെറ്റേഴ്സ് സിസ്റ്റം, ബട്ട് ബാഡ് ഡെബ്റ്റ്സ്, അലവൻസസ് ആൻഡ് ഡിസ്കൗണ്ട് അലൗഡ് ആർ ഡെബിറ്റഡ് ടു ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ട് ആൻഡ് ദ സെയിം ഈസ് ക്രെഡിറ്റഡ് ടു ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ട്. അപ്പൊ ഇതിൽ നമ്മൾ മറ്റേ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യണം. പക്ഷെ ഇതിൽ പറയുന്നത് ബാഡ് ഡെബ്റ്റ്സ്, അലവൻസസ്, ഡിസ്കൗണ്ട് അലൗഡ്, ഈ സാധനങ്ങളൊക്കെ നമ്മൾ അതിൻ്റെതായ പേരിലായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ അത് ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് കാണിക്കണം. ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ടിൽ ഈ ഐറ്റംസ് ആദ്യം നമ്മൾ പോസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ടിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുന്നതായിട്ട് വേണം ഈ 3 ഐറ്റം കാണിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഏതൊക്കെ ഐറ്റംസ് വരുന്ന ബാഡ് ഡെബ്റ്റ്സ്, അലവൻസസ് ആൻഡ് ഡിസ്കൗണ്ട് അലൗഡ്, ഇങ്ങനെ വരുന്ന എല്ലാ എക്സ്പെൻസസും എന്ത് ചെയ്യുക, ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ടിലേക്കാണ് നമ്മൾ കാണിക്കേണ്ടത്. ഇപ്പൊ ജേർണൽ എൻട്രി നോക്കാം. First one, bank or cash to branch debtors for receipt from branch debtors. Branch debtors-ന്റെ അടുത്ത് ക്യാഷ് കിട്ടുവാണ്, അല്ലെ നമ്മൾ ചെക്ക് എന്തെങ്കിലും ബാങ്ക് ട്രാൻസ്ഫർ റിസീവ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ബാങ്ക് ഓർ നമുക്ക് ക്യാഷ് റിസീവ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി എൻട്രി ക്യാഷ് അക്കൗണ്ട് ടു ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ട് അല്ലേ. അപ്പോൾ ആ എൻട്രി നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ അപ്പോൾ ഇത് പോസ്റ്റ് ചെയ്യണം. ബൈ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ഈ എൻട്രി നമ്മൾ പോസ്റ്റ് ചെയ്യണം. ഇനി നെക്സ്റ്റ് നോക്കുക, ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ട് ടു ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ട്. ഈ ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എന്താ നമ്മൾ കാണിക്കാൻ പറഞ്ഞത്, ഡിസ്കൗണ്ട് അലൗഡ്, ബാഡ് ഡെബ്റ്റ്സ്, അലവൻസസ്, ഈ ഐറ്റംസ് ആണ് നമ്മൾ ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട്. ഈ ഐറ്റംസ് നമ്മൾ നോർമലി എന്താ ചെയ്യാറ്, ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ട്, മെമ്മറാണ്ടം ഡെറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇതെല്ലാം ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും അല്ലെ. ഡെബിറ്റ് സൈഡിൽ ഡെറ്റേഴ്സ് ഇൻക്രീസ് ചെയ്യുന്ന ഐറ്റവും ക്രെഡിറ്റ് സൈഡിൽ ഡെറ്റേഴ്സ് ഡിക്രീസ് ചെയ്യുന്ന ഐറ്റമാണ്. ഇപ്പൊ ഡെറ്റേഴ്സ് ഡിക്രീസ് ചെയ്യുന്ന ഐറ്റംസിൽ നമ്മൾ ഇത് ഓരോന്നും എടുത്ത് കാണിക്കുമായിരുന്നു. ഇപ്പം അതെല്ലാം കൂടി ഒരുമിച്ച് ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് കാണിക്കണം. ഇത് മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. നെക്സ്റ്റ് ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ട് ടു ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട്. അപ്പം നമ്മൾ ടു സ്റ്റോക്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണിക്കേണ്ടത് ക്രെഡിറ്റ് സെയിൽസ് ആണ്. ഇത് നമ്മൾ ഓൾറെഡി നമ്മൾ സ്റ്റോക്ക് അക്കൗണ്ടിൽ എൻട്രി എഴുതിയിട്ടുണ്ട് അല്ലേ, ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ട് ടു ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ക്രെഡിറ്റ് സെയിൽസ് നമ്മൾ ഇവിടെയും പോസ്റ്റ് ചെയ്യണം. എവിടെയാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുക, ക്രെഡിറ്റ് സെയിൽസ് ഡെറ്റേഴ്സ് ഇൻക്രീസ് ചെയ്യുന്ന ഐറ്റം ആയതുകൊണ്ട് ഡെബിറ്റ് സൈഡിൽ നമ്മളിത് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഡെറ്റേഴ്സ് അക്കൗണ്ടിന്റെ ഫോമാറ്റ് നമുക്ക് നോക്കാം. നമ്മൾ നോർമലി ചെയ്യുന്നത് പോലെ തന്നെ എന്തൊക്കെയായിരുന്നു, നമ്മൾ ഡെബിറ്റ് സൈഡിൽ വരുന്നത് ഓപ്പണിംഗ് ബാലൻസും ക്രെഡിറ്റ് സെയിൽസും. അപ്പോൾ ക്രെഡിറ്റ് സെയിൽസ് എന്തായിട്ട് കാണിക്കണം, ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് ആയിട്ട് കാണിക്കണം. അവിടെ നമ്മളത് പോസ്റ്റ് ചെയ്യുന്നുണ്ട്, ഓൾറെഡി ക്രെഡിറ്റ് സെയിൽസ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി ക്രെഡിറ്റ് സെയിൽസ് ക്രെഡിറ്റ് സൈഡിൽ എന്തൊക്കെ കാണിക്കണം, നമ്മൾ ഡെപ്റ്റേഴ്സ് ഡിക്രീസ് ചെയ്യുന്ന ഐറ്റംസ് എന്തൊക്കെയായിരുന്നു, ഒന്ന് നമ്മൾ ഡെറ്റേഴ്സിൽ നിന്ന് പൈസ കിട്ടിക്കഴിഞ്ഞാൽ അത്രയും ഡെറ്റേഴ്സ് ക്യാൻസൽ ആയി അല്ലേ. അപ്പോൾ അത് ബ്രാഞ്ച് ക്യാഷ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് കാണിക്കണം. ഇനി നമ്മൾ റിട്ടേൺസ് വല്ലതും വരുവാണെങ്കിൽ അത്രയും നമ്മൾ ഡെറ്റേഴ്സ് ഡിക്രീസ് ചെയ്തു, നമ്മൾ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് സെയിൽസ് റിട്ടേൺസ് കാണിക്കണം. നമ്മൾ സ്റ്റോക്ക് അക്കൗണ്ട് ഇത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഒരു മെയിൻ ഡിഫറൻസ് എന്താണ്, നമ്മളെ എക്സ്പെൻസസ് ആയിട്ട് കാണിക്കണം. ബാക്കിയെല്ലാം ബാഡ് ഡെബ്റ്റ്സ്, ഡിസ്കൗണ്ട് അങ്ങനെ വരുന്ന ഐറ്റംസ് ഒക്കെ എന്തായിട്ട് കാണിക്കണം, ഒരുമിച്ച് ആഡ് ചെയ്തിട്ട് ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് വേണം കാണിക്കാൻ. അപ്പം അതിന്റെ എൻട്രി എക്സ്പെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് കാണിക്കുക, ബാഡ് ഡെബ്റ്റ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടൊന്നും കാണിക്കാൻ പാടില്ല. എൻട്രി ബൈ ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് വേണം കാണിക്കാൻ. ഡിഫറൻസ് എന്ത് ചെയ്യാം, നമ്മൾ അക്കൗണ്ട് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബാലൻസ് എന്ന് പറഞ്ഞിട്ട് ക്ലോസിംഗ് ബാലൻസ് വരും. നെക്സ്റ്റ് വരുന്നതാണ് ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ട്. ഈ പേര് നമ്മൾ ഓൾറെഡി കേട്ടിട്ടുണ്ട്. എവിടെയായിരുന്നു, നമ്മൾ ഡെറ്റേഴ്സിന്റെ അകത്ത് എന്ത് എൻട്രി ചെയ്യുമ്പോഴാണ് ബാഡ് ഡെബ്റ്റ്സും
ഡിസ്കൗണ്ട് ഒക്കെ എൻ്റർ ചെയ്യുമ്പോൾ നമ്മളത് ബ്രാഞ്ച് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് എഴുതിയേക്കണത്. ആ എക്സ്പെൻസ് അക്കൗണ്ട് തന്നെയാണ് ഇത്. ദിസ് അക്കൗണ്ട് ഇസ് പ്രിപ്പയർഡ് ടു നോ ദ എക്സ്പെൻസ് ഇൻകേർഡ് ബൈ ദ ബ്രാഞ്ച്. എക്സ്പെൻസസ് ലൈക്ക് സാലറി, ബാഡ് ഡെറ്റ്, ഡിസ്കൗണ്ട്, ഡിപ്രിസിയേഷൻ, ഇങ്ങനെ എന്തൊക്കെ എക്സ്പെൻസ് വരുന്നുണ്ട് ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഡിപ്രിസിയേഷൻ എക്സെട്ര ഡെബിറ്റഡ് ടു ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ട്. ഇതൊക്കെ നമ്മൾ ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ടിൽ കാണിക്കണം. ദ ബാലൻസ് ഓഫ് ദ അക്കൗണ്ട് ഇസ് ട്രാൻസ്ഫർ ടു ബ്രാഞ്ച് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്. ഇതിന്റെ ഡിഫറൻസ് നമ്മൾ ബ്രാഞ്ച് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇപ്പൊ ജേർണൽ എൻട്രി നോക്കാം നമുക്ക്. ജേർണൽ എൻട്രി ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ട് ടു ബാങ്ക് ഓർ ക്യാഷ്. ഇപ്പൊ എക്സ്പെൻസ് അക്കൗണ്ട് ബാങ്ക് ഓർ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മൾ മീറ്റ് ചെയ്ത എക്സ്പെൻസസ് ആണ്. സാലറി, റെന്റ്, പെറ്റി ക്യാഷ്, ഇതൊക്കെ ഹെഡ് ഓഫീസ് പേ ചെയ്യുന്നില്ലേ. നമ്മൾ പഴയ സിസ്റ്റത്തിൽ ബ്രാഞ്ച് അക്കൗണ്ടിനകത്ത് നമ്മൾ ക്യാഷ് പെയ്ഡ് ബൈ ഹെഡ് ഓഫീസ് എന്ന് പറഞ്ഞ സാധനമില്ലേ, അതാണ്. അത് നമ്മളിപ്പം ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ടിനകത്തേക്ക് മാറി. ബ്രാഞ്ച് അക്കൗണ്ടിനകത്തല്ല കാണിക്കുന്നത്, ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ടിലേക്കാണ്. ഇപ്പൊ എൻട്രി എന്നാണ് ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ട് ടു ബാങ്ക്. എക്സ്പെൻസ് മീറ്റ് ചെയ്തതാണല്ലോ, അപ്പൊ ടു ക്യാഷ് ഓർ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് അത് കാണിക്കാം. ഇനി നെക്സ്റ്റ് നോക്കാം രണ്ടാമത്തത് ബ്രാഞ്ച് എക്സ്പെൻസ് ടു ബ്രാഞ്ച് ഡെറ്റേഴ്സ്. ബ്രാഞ്ച് ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത്. അപ്പൊ ഡെറ്റേഴ്സ് അക്കൗണ്ടിൽ നമ്മൾ നേരത്തെ പോസ്റ്റ് ചെയ്ത സെയിം സാധനം ഏതൊക്കെയായിരുന്നു? ഡിസ്കൗണ്ട്, ബാഡ് ഡെറ്റ്സ് എന്നൊക്കെ പറഞ്ഞ ഐറ്റംസ് അല്ലെ, അതൊക്കെ നമ്മൾ ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ട് ടു ബ്രാഞ്ച് ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കും. അവിടെ എന്ത് ചെയ്യും? ബൈ ബ്രാഞ്ച് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. സെയിം എൻട്രി ആണ്. നെക്സ്റ്റ് തേർഡ് വൺ ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ട് ടു ബ്രാഞ്ച് അസെറ്റ്സ് അക്കൗണ്ട്. അസെറ്റ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് അസെറ്റിന്റെ മേലെ വരുന്ന ഡിപ്രിസിയേഷൻ ആണ് ഇവിടെ കാണിക്കുന്നത്. ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ട് ടു ബ്രാഞ്ച് അസെറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസെറ്റിന്റെ മേലെ വരുന്ന ഡിപ്രിസിയേഷൻ. അപ്പൊ ഇവിടെ നമ്മൾ എന്തൊക്കെ കാണിച്ചു? സാലറീസ്, അങ്ങനത്തെ പേയ്മെന്റ്സ് ഒക്കെ കാണിച്ചു, ക്യാഷ് പേയ്മെന്റ്സ് ഒക്കെ ഇപ്പൊ കാണിച്ചു. പിന്നെ അതിനുശേഷം എന്ത് കാണിച്ചു? നമ്മൾ ഡെറ്റേഴ്സിൽ വരുന്ന എക്സ്പെൻസസ് ആയ ഡിസ്കൗണ്ട് അലോഡ്, ബാഡ് ഡെറ്റ്സ് എന്നൊക്കെ പറഞ്ഞതൊക്കെ കാണിച്ചു. അതിനുശേഷം നമ്മൾ ഡിപ്രിസിയേഷനും കാണിച്ചു. മൂന്നാമത്തെ എൻട്രിയിൽ നമ്മൾ കാണിക്കുന്നത് ഡിപ്രിസിയേഷൻ ആണ്. ഇനി സെവൻത് ആയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ബ്രാഞ്ച് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ആണ്. അപ്പോൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്തിനാ? നമ്മൾ നെറ്റ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ. ദിസ് അക്കൗണ്ട് ഇസ് പ്രിപ്പയർഡ് ടു അസർട്ടൈൻ ദ നെറ്റ് പ്രോഫിറ്റ് ഓർ ലോസ് മെയ്ഡ് ബൈ ദ ബ്രാഞ്ച്. ബ്രാഞ്ചിന്റെ നെറ്റ് പ്രോഫിറ്റോ ലോസോ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ബ്രാഞ്ച് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് വരയ്ക്കുന്നത്. അപ്പം നമ്മൾ നേരത്തെ ഒരു ട്രേഡിംഗ് അക്കൗണ്ടിന് പകരം എന്താ വരച്ചേക്കുന്നത്? ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിന് പകരം ബ്രാഞ്ച് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുകയാണ്. This account is credited with the gross profit brought forward from the branch adjustment account. അപ്പോൾ ആദ്യം എന്താണ് നമ്മൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആദ്യം എന്താ ചെയ്യുക? നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് കാണിക്കണം അല്ലേ. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തു, ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. കോസ്റ്റ് ഓഫ് സർപ്ലസ് ആൻഡ് ഇൻഷുറൻസ് ക്ലെയിംസ് റിസീവ്ഡ് ഓർ ഡ്യൂ ആൻഡ് അതർ ഇൻകം ആർ ക്രെഡിറ്റഡ് ടു ദിസ് അക്കൗണ്ട്. ഇനി എന്തെങ്കിലും ഇൻകം വരുവാണെങ്കിൽ ഇല്ലേ, അത് നമ്മൾ ക്രെഡിറ്റ് ചെയ്യാം. നമ്മൾ സാധാരണ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ചെയ്യുന്ന പോലെ തന്നെ ക്രെഡിറ്റ് സൈഡിൽ ആദ്യം എന്ത് കാണിച്ചു? ഗ്രോസ് പ്രോഫിറ്റ് കാണിച്ചു. അതിനുശേഷം എന്തെങ്കിലും ഇൻകം വരുവാണെങ്കിൽ അത് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കാം. ബ്രാഞ്ച് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഇസ് ഡെബിറ്റഡ് വിത്ത് ഗ്രോസ് ലോസ്. ഇപ്പോൾ ഗ്രോസ് ലോസ് വരുവാണെങ്കിൽ നമ്മൾ ഡെബിറ്റ് ചെയ്യണം അല്ലേ, ആസ് പെർ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട്. Cost of shortage and abnormal losses and other branch expenses such as salary, rent, bad debts, discount allowed, depreciation, etc. ഇതൊക്കെ നമ്മൾ ഡെബിറ്റ് സൈഡിൽ കാണിക്കണം എന്നാണ് പറയുന്നത്. ഇത്രയും ഐറ്റംസ് നമ്മൾ ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. The balance of branch profit loss account can be profit or loss and the same is transferred to general profit loss account. അപ്പോൾ ഇതിന്റെ ഡിഫറൻസ് വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു? ആദ്യം നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്തു, അതിനുശേഷം ക്രെഡിറ്റ് സൈഡിൽ ഇൻകം ട്രാൻസ്ഫർ ചെയ്തു, ഡെബിറ്റ് സൈഡിൽ എക്സ്പെൻസസ് കാണിച്ചു. അതിനുശേഷം ഡിഫറൻസ് വരുവാണെങ്കിൽ അത് പ്രോഫിറ്റോ ലോസോ ആയിരിക്കും, നെറ്റ് പ്രോഫിറ്റോ ലോസ് ആയിരിക്കും. ഈ നെറ്റ് പ്രോഫിറ്റോ ലോസോ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് സാധാരണ നെറ്റ് പ്രോഫിറ്റോ ലോസ് നമ്മൾ ബാലൻസ് ഷീറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും, പക്ഷേ ഇവിടെ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ജനറൽ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലാണ്. പക്ഷേ ഇത് ബ്രാഞ്ചിന്റെ പ്രോഫിറ്റ് ആണ് നമ്മളിപ്പം കാൽക്കുലേറ്റ് ചെയ്തത്. ഇതുപോലെ 5-6 ബ്രാഞ്ചസ് ഉണ്ടാവും. അപ്പോൾ ഈ എല്ലാ ബ്രാഞ്ചിനും സെപ്പറേറ്റ് നമ്മൾ എന്ത് ചെയ്യും? ബ്രാഞ്ച് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. എല്ലാ പ്രോഫിറ്റും കൂടി ഒരു ജനറൽ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്തിട്ട് ഒരുമിച്ചാണ് നമ്മൾ ബാലൻസ് ഷീറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുള്ളൂ. അപ്പൊ അതാണ് ഈ ജനറൽ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇപ്പൊ ജനറൽ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലാണ് മെയിൻ എല്ലാ പ്രോഫിറ്റും നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അപ്പോൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിന്റെ ഫോമാറ്റ് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? ഗ്രോസ് പ്രോഫിറ്റോ ഗ്രോസ് ലോസോ ട്രാൻസ്ഫർ ചെയ്യണം. ഇപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് ആണെങ്കിൽ ടു ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് ബൈ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ക്രെഡിറ്റ് സൈഡിൽ കാണിക്കാം. ഇനി ഗ്രോസ് ലോസ് ആണെങ്കിൽ ടു ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കാം. അതിനുശേഷം ടു ബ്രാഞ്ച് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് കോസ്റ്റ് ഓഫ് ഷോർട്ടേജ് എന്ത് ചെയ്യാം? ഇവിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. നമ്മൾ സ്റ്റോക്ക് അക്കൗണ്ടിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. കോസ്റ്റും അതേപോലെ തന്നെ നമ്മൾ ലോഡിങ്ങും സെപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് എൻട്രി ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ബ്രാഞ്ച് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സെയിം സാധനമാണ് ഇവിടെ. അതേപോലെ അബ്നോർമൽ ലോസിൽ വരുവാണെങ്കിൽ സെയിം ട്രീറ്റ്മെന്റ് ആണെന്ന് പറഞ്ഞില്ലേ. അപ്പൊ അത് രണ്ടും ഒരേ
ട്രീറ്റ്മെന്റ് ആയിട്ട് നമ്മൾ ഇവിടെ ട്രാൻസ്ഫർ ചെയ്യണം. ഇനി ടു ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എക്സ്പെൻസ് അക്കൗണ്ടിന്റെ ബാലൻസ് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാനുണ്ട്. അതിനുശേഷം നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എന്ത് ചെയ്യുക, ബൈ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് സ്റ്റോക്ക് അക്കൗണ്ടിൽ നമ്മൾ സർപ്ലസ് ആണെങ്കിൽ ഉള്ള കോസ്റ്റ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടായിരുന്നു അത്. ഇതൊന്നും കൂടാതെ ഇൻഷുറൻസ് ക്ലെയിമോ അങ്ങനെ എന്തെങ്കിലും തരുവാണെങ്കിൽ അതും ക്രെഡിറ്റ് സൈഡിൽ കാണിക്കാം. അതിനുശേഷം നമ്മൾ അക്കൗണ്ട് ബാലൻസ് ചെയ്യുക. അക്കൗണ്ട് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഡെബിറ്റ് സൈഡിലാണെങ്കിൽ നെറ്റ് പ്രോഫിറ്റ്, ക്രെഡിറ്റ് സൈഡിലാണെങ്കിൽ നെറ്റ് ലോസ്. എവിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യണം, നമ്മൾ ജനറൽ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. നമ്മൾ ലാസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്ന ബ്രാഞ്ച് അസറ്റ്സ് അക്കൗണ്ട് ആണ്. അപ്പോൾ നോർമലി നമ്മൾ അസറ്റ് അക്കൗണ്ട് ചെയ്യുന്ന പോലെ തന്നെ ഹെഡ് ഓഫീസ് മെയിൻറ്റെയിൻ സെപ്പറേറ്റ് അക്കൗണ്ട് ഫോർ ഈച്ച് അസറ്റ് സച്ച് ആസ് ബ്രാഞ്ച് ഫർണിച്ചർ അക്കൗണ്ട്, ബ്രാഞ്ച് ബിൽഡിംഗ് അക്കൗണ്ട്, ബ്രാഞ്ച് ക്യാഷ് അക്കൗണ്ട് എക്സെട്ര. അപ്പോൾ എന്തെങ്കിലും അസറ്റ്സ് തരുവാണെങ്കിൽ നമ്മൾ അസറ്റ്സിന്റെ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. ബ്രാഞ്ച് ക്യാഷ് അക്കൗണ്ട് ഷോസ് ദ റെസീറ്റ് ഓഫ് ഓർ പേയ്മെന്റ് ഓഫ് ക്യാഷ് ആൻഡ് ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഇൻ ദ യൂഷ്വൽ മാനർ. നമ്മൾ സാധാരണ അസറ്റ് അക്കൗണ്ട് എങ്ങനെയാണോ പ്രിപ്പയർ ചെയ്യുന്നത് അതേപോലെ തന്നെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ ബാലൻസ്, ഓപ്പണിംഗ് ബാലൻസ് എഴുതും, എന്നിട്ട് ഐറ്റംസ് ഒക്കെ എഴുതും സാധാരണ എഴുതുന്ന പോലെ. ഇറ്റ് ഈസ് മെയിൻറ്റെയിൻ ടു എക്സസൈസ് കൺട്രോൾ ഓവർ ദ ക്യാഷ് സെൻഡ് ടു ബ്രാഞ്ച് ആൻഡ് ക്യാഷ് റിസീവ്ഡ് ബൈ ദ ബ്രാഞ്ച് ഫ്രം ഡെറ്റേഴ്സ്. അപ്പോൾ ക്യാഷിന്റെ ട്രാൻസാക്ഷൻസ് ഒക്കെ നമ്മൾ ക്യാഷ് അക്കൗണ്ടിൽ അതിൽ കറക്റ്റ് ഒരു അക്കൗണ്ട് കിട്ടാൻ, എമൗണ്ട് അതേപോലെ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള നമുക്ക് ഒരു കൺട്രോൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇൻ ദ സെയിം കേസ് ഫിക്സഡ് അസറ്റ്സ്, ഓപ്പണിംഗ് വാല്യൂ ഓഫ് അസറ്റ്സ് ആൻഡ് പർച്ചേസ് ഓഫ് അസറ്റ്സ് ആർ ഡെബിറ്റഡ്. നമുക്കറിയാം അസറ്റ് അക്കൗണ്ടിൽ എന്താ ചെയ്യുന്നത്, ഡെബിറ്റ് സൈഡിൽ എന്തായിരിക്കും, അതിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്ന ഐറ്റംസ് ആണ്. അപ്പോൾ ഓപ്പണിംഗ് വാല്യൂ അതേപോലെ തന്നെ എന്തെങ്കിലും പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഡെബിറ്റ് സൈഡിൽ കാണിക്കാം. അപ്പം അസറ്റിന്റെ വാല്യൂ കുറയുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, നമ്മൾ ഡിപ്രീസിയേഷൻ വരാം, അല്ലെ അസറ്റ് സെയിൽ ചെയ്യാം, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും. ഡിപ്രീസിയേഷൻ ഓൺ അസറ്റ് ഈസ് ക്രെഡിറ്റഡ് ആൻഡ് ദ ബാലൻസ് ഈസ് ഷോസ് ദ ക്ലോസിംഗ് ബാലൻസ് ഓഫ് അസറ്റ്. അപ്പോൾ ഡിഫറൻസ് എന്തായിരിക്കും വെച്ചാൽ സാധാരണ നമ്മൾ അസറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യാം. ഡെബിറ്റ് സൈഡിൽ അസറ്റിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നത്, ക്രെഡിറ്റ് സൈഡിൽ അസറ്റിന്റെ വാല്യൂ ഡിക്രീസ് ചെയ്യുന്നത്. ഇപ്പോൾ നോർമൽ അസറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യും, ഓപ്പണിംഗ് ബാലൻസ് അസറ്റിന്റെ പർച്ചേസും ഡെബിറ്റ് സൈഡിൽ വരും. ക്രെഡിറ്റ് സൈഡിൽ എന്തൊക്കെ വരും, ഡിപ്രീസിയേഷൻ, പിന്നെ എന്തെങ്കിലും സെയിൽ ചെയ്യുകയാണെങ്കിൽ അതും ക്രെഡിറ്റ് സൈഡിൽ വരും. ഇനി നമ്മൾ ക്യാഷ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന എന്ത് ചെയ്യണം, ഡെബിറ്റ് സൈഡിൽ ക്യാഷ് ഇൻക്രീസ് ചെയ്യുന്ന ഐറ്റം, ക്രെഡിറ്റ് സൈഡിൽ ക്യാഷ് പേ ചെയ്യുന്ന ഐറ്റംസും ആയിട്ട് കാണിച്ചാൽ മതി. അപ്പൊ നമ്മളിന്ന് പഠിച്ചത് സ്റ്റോക്ക് ആൻഡ് ഡെറ്റേഴ്സ് സിസ്റ്റത്തിൽ വരുന്ന 8 അക്കൗണ്ട്സ് ആണ് അതിൽ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം കണ്ടു പേടിക്കുമെന്ന് വേണ്ട, നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്താൽ നല്ലൊരു ഐഡിയ കിട്ടും. അപ്പൊ ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്തപ്പം ഒരുപാട് ലാഗ് ആയിപ്പോയി അല്ലേ, ഒരുപാട് നമ്മൾ പറഞ്ഞു അങ്ങ് ദൂരെ എത്തിപ്പോയി. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിന്റെ പ്രോബ്ലം ചെയ്യാം. പക്ഷെ അതിന് മുന്നേ അത് വീഡിയോയിൽ പ്രോബ്ലം ചെയ്യണമെങ്കിൽ ആദ്യം ഇതൊക്കെ പഠിച്ചുകൊണ്ട് വരണം. അപ്പൊ എന്തൊക്കെ അക്കൗണ്ട്സ് നമ്മൾ പഠിച്ചു, ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട്. ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിൽ എന്ത് ചെയ്തു, ഡെബിറ്റ് സൈഡിൽ സ്റ്റോക്ക് ഇൻക്രീസ് ചെയ്യുന്നത്, ക്രെഡിറ്റ് സൈഡിൽ സ്റ്റോക്ക് ഡിക്രീസ് ചെയ്യുന്ന ഐറ്റംസ് കാണിക്കാം. അതിനുശേഷം നമ്മൾ എന്ത് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തു. അതിനുശേഷം നമ്മൾ എന്ത് ബ്രാഞ്ച് സ്റ്റോക്ക് റിസർവ്, അതിലാകെ 2 കാര്യങ്ങൾ വരും, ഓപ്പണിംഗ് സ്റ്റോക്കിന്റെയും ക്ലോസിംഗ് സ്റ്റോക്കിന്റെയും ലോഡിംഗ് ഐറ്റം മാത്രം. പിന്നെ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട്, അതെന്തായിരുന്നു, ട്രേഡിംഗ് അക്കൗണ്ട് ആയിരുന്നു നമ്മുടെ. അതിനുശേഷം ഡെറ്റേഴ്സ് അക്കൗണ്ട്, നമ്മൾ നോർമൽ പ്രിപ്പയർ ചെയ്യുന്ന പോലെ ഡെറ്റേഴ്സ് അക്കൗണ്ട്. ആകെയുള്ള വ്യത്യാസം എന്താണ്, ബാഡ് ഡെബ്സ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ബാഡ് ഡെബ്സിന്റെ പേരിലല്ല നമ്മൾ ബ്രാഞ്ച് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് വേണം കാണിക്കാൻ. അതിനുശേഷം നമ്മൾ ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. അതിൽ എന്തൊക്കെ കാണിക്കണം, നോർമൽ എക്സ്പെൻസ്, സാലറി, റെന്റ് പോലത്തെ എക്സ്പെൻസ് കാണിക്കണം. പിന്നെ ഈ ഡെറ്റേഴ്സിന് മേലെ വരുന്ന എക്സ്പെൻസസ്, അതേപോലെ ബാഡ് ഡെബ്സ് അതൊക്കെ കാണിക്കണം. പിന്നെ ഡിപ്രിസിയേഷൻ കാണിക്കണം. അതിനുശേഷം നമ്മൾ ബ്രാഞ്ച് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. അതിനുശേഷം ലാസ്റ്റ് ബ്രാഞ്ച് അസറ്റ്സ് വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം ബ്രാഞ്ച് അസറ്റ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. പിന്നെ ഇതിനെല്ലാം ഒന്ന് ഫോമാറ്റ് ഒക്കെ നോക്കി വെക്കാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം, ഇതിന്റെ പ്രോബ്ലം ചെയ്യാം. ഓക്കെ, ഇതുവരെ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ അടുത്ത വീഡിയോയിൽ കൂടെ വീണ്ടും കാണാം. അതുവരേക്കും ഹാപ്പി ലേണിംഗ്.